ശ്രീ സനീഷ് കുമാർ ജോസഫ്. സർ, ചോള രാജഭരണകാലത്ത് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് കുടിയേറിയ സൈനികരായിരുന്നു ചവളക്കാരൻ സമുദായം. ചവളം എന്ന ആയുധം ഉപയോഗിച്ച് യുദ്ധം ചെയ്തതിലാണ് ഇവർ ചവളക്കാർ എന്നറിയപ്പെട്ടത്. കുഞ്ഞൻ നമ്പ്യാരുടെ തുള്ളൽ കഥകളിൽ ഇവരെക്കുറിച്ച് പരാമർശമുണ്ട്. കേരളത്തിലെ പിന്നോക്ക സമുദായങ്ങളിൽ ഒന്നാണ് ചവളക്കാരൻ. കൃഷിയാണ് പ്രധാന ഉപജീവന മാർഗം. കേരളത്തിൽ പ്രധാനമായും തൃശ്ശൂർ, എറണാകുളം, വയനാട്, പാലക്കാട് ജില്ലകളിലാണ് ഈ വിഭാഗം അധിവസിക്കുന്നത്. ശ്രീ പനമ്പള്ളി ഗോവിന്ദമേനോൻ കേന്ദ്ര നിയമമന്ത്രിയായിരിക്കെ ചവളക്കാരൻ സമുദായം അടക്കമുള്ള സമുദായങ്ങളെ പട്ടികജാതി ലിസ്റ്റിൽ ഉൾപ്പെടുത്താനായി പാർലമെൻറ്റിൽ 1967 അവതരിപ്പിച്ച പട്ടികജാതി പട്ടികവർഗ ഭേദഗതി ബില്ല് സെലക്ട് കമ്മിറ്റിക്ക് അയച്ചുവെങ്കിലും അത് നിയമമായില്ല. ഈ കരട് ബില്ലിൽ കേരളത്തിൽ നിന്ന് ചവളക്കാരനെ കൂടാതെ ശുപാർശ ചെയ്തിരുന്നത് കുടുംബി, മടികെ എന്നീ സമുദായങ്ങളെയാണ്. ഈ രണ്ട് സമുദായങ്ങളെയും OEC വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയെങ്കിലും ചവളക്കാരൻ സമുദായം 53 വർഷങ്ങൾക്ക് ശേഷവും OBC വിഭാഗത്തിലാണ്. 2014 ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ ചവളക്കാരനടക്കം 30 സമുദായങ്ങൾക്ക് OEC ആനുകൂല്യം അനുവദിച്ചു. ഇത് പ്രകാരം 6 ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ള കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ രംഗത്ത് ഫീസ് ആനുകൂല്യം ലഭിക്കുന്നു. 2023 മാർച്ചിൽ പട്ടികജാതി വിഭാഗത്തിലും OEC ലിസ്റ്റിലും ഉൾപ്പെടുത്തുന്നത് സംബന്ധിച്ച് ജസ്റ്റിസ് ശശിധരൻ ചെയർമാനായ പിന്നോക്ക വിഭാഗ കമ്മീഷൻ സിറ്റിംഗ് നടത്തിയിട്ടുള്ളതാണ്. സിറ്റിംഗിൽ പങ്കെടുത്ത കിർത്താഡ്സ് ഉദ്യോഗസ്ഥർ ചവളക്കാരൻ സമുദായത്തെ OEC വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നതിന് തത്വത്തിൽ അംഗീകരിച്ചിരുന്നു. ഈ സമുദായത്തെ പൂർണ്ണമായി OEC വിഭാഗത്തിൽ ഉൾപ്പെടുത്തണമെന്ന് ഈ സബ്മിഷനിലൂടെ ഞാൻ ആവശ്യപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ക്ഷേമവും ദേവസ്വവും പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി. സർ, ബഹുമാനപ്പെട്ട MLA സനീഷ് കുമാർ ഇവിടെ ഉന്നയിച്ച സബ്മിഷനുള്ള മറുപടി. നമ്മുടെ സംസ്ഥാനത്ത് പിന്നോക്ക വിഭാഗ പട്ടികയിൽ ക്രമ നമ്പർ 12 ഉൾപ്പെട്ട വിഭാഗമാണ് ചവളക്കാർ. അത് അങ്ങിവിടെ സൂചിപ്പിച്ച പോലെ എറണാകുളം, തൃശ്ശൂർ ജില്ലകളാണ് പ്രധാനമായും ഈ സമുദായം അധിവസിക്കുന്നത്. സംസ്ഥാനത്തെ സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിൽ, അതായത് SC/BCയിൽ ക്രമ നമ്പർ 9 പ്രസ്തുത സമുദായത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ OEC വിഭാഗത്തിൽ ലഭിക്കുന്ന വിദ്യാഭ്യാസ ആനുകൂല്യം അനുവദിക്കുന്ന വിഭാഗങ്ങളുടെ പട്ടികയിൽ ക്രമ നമ്പർ 21 ചവളക്കാരൻ സമുദായത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ പട്ടികജാതിയിലോ പട്ടികവർഗത്തിലോ ഉൾപ്പെടുത്തുന്നതിനുള്ള ശുപാർശയിന്മേൽ കേന്ദ്ര സർക്കാർ തീരുമാനം വൈകിയോ നിരാകരിക്കുകയോ ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഒരു വിഭാഗത്തെ മറ്റർഹ വിഭാഗം പട്ടികയിൽ, അതായത് OECയിൽ ഉൾപ്പെടുത്തുന്നത്. ചവളക്കാരൻ സമുദായത്തെ പട്ടികജാതിയിലോ പട്ടികവർഗത്തിലോ ഉൾപ്പെടുത്തുന്നതിന് ഇതുവരെ സംസ്ഥാന സർക്കാർ ശുപാർശ ഇല്ലാത്തതിനാൽ പ്രസ്തുത സമുദായത്തെ OEC പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം നിലവിൽ നമുക്ക് പരിഗണിക്കാൻ നിർവാഹമില്ലെങ്കിലും അങ്ങിവിടെ ചൂണ്ടിക്കാണിച്ച പോലെ 6 ലക്ഷം രൂപ കുടുംബ വാർഷിക വരുമാന പരിധി നിശ്ചയിച്ച് മറ്റർഹ വിഭാഗം വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകുന്ന എല്ലാ വിദ്യാഭ്യാസ സാമ്പത്തിക ആനുകൂല്യങ്ങളും അവർക്കും അനുവദിച്ചു വരുന്നുണ്ട്. ഇപ്പോഴത്തെ സ്ഥിതിയിൽ അത്രമാത്രമാണ് ചെയ്യാൻ കഴിയുക. പിന്നീട് നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് പരിശോധിക്കുകയും ചെയ്യാം.